വിജയ്, കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രണയം, സ്നേഹമൊന്നല്ല പ്രണയം, അങ്ങനെ രണ്ടിന് രണ്ടർത്ഥമാണല്ലോ. അതൊരു പ്രണയം, അത് പറയാതിരിക്കാൻ കഴിയില്ല. വല്ലാത്തൊരു പ്രണയമാണ് അവർക്ക് പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ. മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ വാക്ക് കൂടി വന്നിരിക്കും, അതിദേശീയത. ദേശീയത എന്നൊക്കെ കേട്ടിട്ടുണ്ട്, തീവ്രത എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താ ഈ അതിദേശീയത? എന്താ ഈ പ്രണയവും ഈ അതിദേശീയതയും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താ? അതിദേശീയത, അതായത് BJP-യുടെ അതിദേശീയതയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട, ഏഷ്യ കപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. അതിൽ കോൺഗ്രസിന്റെ ഒരു പ്രസ്താവന നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ വന്നിട്ടില്ല. അനുമോദിച്ചുകൊണ്ട്, ഇന്ത്യൻ ടീമിനെ അനുമോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയോ വന്നിട്ടില്ല. അപ്പോൾ അതിന് അവിടെയാണ് പറയുന്നത് BJP-യുടെ അതിദേശീയതയാണ് നമ്മൾ എതിർക്കുന്നത്. അതിദേശീയത എന്നൊക്കെ പറയുമ്പം എന്താണ് ഈ അതിദേശീയത കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ ദേശീയതയ്ക്ക് ഇങ്ങനെ ഒരു പരിധിയൊക്കെ ഉണ്ട്. അതായത് ഇത്ര ദേശീയത, അത് കഴിഞ്ഞാൽ ഇത്ര തീവ്രത അളക്കുന്ന പോലെ. അതായത് ഇതുവരെ സാധാരണ ദേശീയത, അത് കഴിഞ്ഞ് ഇതിന്റെ അപ്പുറം അതിദേശീയത, അങ്ങനെയൊക്കെ. അല്ല, നമ്മൾ ദേശത്തിന് വേണ്ടി ഇപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്, ഈ അതിദേശീയത ഉണ്ട്. എന്താണ്, ആർക്കാണുള്ളത് അതിദേശീയത? പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ എന്താണ് അജണ്ട തന്നെ? എന്താണ് അവരുടെ രാജ്യത്തിന്റെ വിജയം എന്നവർ കരുതുന്ന എന്തിനാണ്? ഇന്ത്യയുടെ നാശം. അത് അതിദേശീയതയാണ്. ഇന്ത്യക്ക് അങ്ങനെ ഒരു പോളിസി ഉണ്ടോ? ഇല്ല. അങ്ങനെയല്ല. നമ്മള് പാകിസ്ഥാനിന്റെ നാശം നമ്മൾ ആഘോഷിക്കാറില്ല. അവിടെ ഭൂമിയിലൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ആഘോഷിക്കില്ല. അവിടെ പ്രളയം ഉണ്ടായി സാധാരണ ആൾക്കാർ കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ ആഘോഷിച്ചില്ല. പക്ഷെ നമ്മൾ യുദ്ധം ജയിച്ചപ്പോൾ നമ്മൾ ആഘോഷിച്ചു. അവരുടെ റൺവേ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയത് നമ്മൾ ആഘോഷിച്ചു. കളി, ഈ പറയുന്ന ഏഷ്യ കപ്പ് നമ്മൾ ഇവരെ ഫൈനലിൽ തോൽപ്പിച്ച് നമ്മൾ ജയിച്ചപ്പോൾ നമ്മൾ ആഘോഷിച്ചു. അതൊക്കെ എന്തിനാണ്? ഒരു രാജ്യസ്നേഹിയും ആഘോഷിക്കും. അതൊരു സാധാരണ ക്രിക്കറ്റ് മത്സരം ജയിക്കുന്നതിനപ്പുറം രാജ്യത്തെ സ്നേഹം കൂടിയാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു ലോകകപ്പ് നേടുന്നതിനേക്കാൾ മാധുര്യമുണ്ട് ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ജയിക്കുന്നത്. കാരണം ഈ രാജ്യത്തിനെ തോൽപ്പിച്ച് ജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് അങ്ങനെ ഒരു മാധുര്യമുണ്ട്. അപ്പോഴാണ് ഈ പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദി, ക്രിക്കറ്റ് ടീമിന് ആശംസ അറിയിച്ച ഒരു ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് മൈതാനത്തും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. നമ്മുടെ സകല ടീം അംഗങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ഇതുപോലെ മൈതാനത്തും ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് വളരെ ഓരോ ഇന്ത്യക്കാരന് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ പേര് അങ്ങനെ നമുക്കറിയാം. നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ ഒരു വാർത്ത കഴിഞ്ഞ, ഞാനിത് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഒരു വാർത്ത കണ്ടായിരുന്നു. അതായത് ചിദംബരത്തിന്റെ ഒരു പ്രസ്താവനയാണ്. അതായത് 26/11 അന്ന് എനിക്ക് തിരിച്ചടിക്കണമെന്ന് തോന്നിയിരുന്നു. അതായത് അന്ന് തിരിച്ചടിക്കണമെന്ന് തോന്നി. ഇപ്പൊ വെളിപ്പെട്ട് ഇത് പറയാ 2011 അടിക്കണമെന്ന് തോന്നിയിരുന്നു. 26/11, അതായത് മറ്റേ താജാക്രമണം 2008 അന്ന് എനിക്ക് തിരിച്ചടിക്കണമെന്ന് തോന്നിയിരുന്നു. പക്ഷെ US നമ്മളെ വിലക്കിയെന്ന്. അപ്പൊ ഈ കുറച്ചാള് ഇപ്പൊ ഇയാള് പറഞ്ഞു നടക്കുന്നില്ലേ, മറ്റേ നമ്മളെ വിവരം കേട്ട ട്രംപിന്റെ മറ്റേ ഇങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞു നടക്കുന്നില്ലേ, എന്താണ് സറണ്ടർ നരേന്ദർ എന്ന് പറഞ്ഞു. നരേന്ദർ സറണ്ടർ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ പാകിസ്ഥാനെ കിളച്ചു മറിച്ച ആളുടെ അടുത്ത് ഒന്ന് പറയാണ്, പേടിത്തൊണ്ടന്മാർ. അന്ന് ഒരുത്തനും ധൈര്യമില്ലായിരുന്നു അന്ന് അവിടെ കയറി അടിക്കുക. അവന്മാരെടുത്തുകൊണ്ടാണ് പറയുന്നത്. ഇത്ര യോഗ്യത ഉണ്ടെന്ന്. ഈ അജിത് ഡോവൽ 7 വർഷം അവിടെ ചാരനായിട്ട് നിന്ന് ഈ പാകിസ്ഥാൻ ഒന്ന് തൊടാൻ കഴിഞ്ഞ ഇല്ല. അപ്പൊ അത്രയും ധൈര്യശാലിയായ ഒരാളാണ് ഇന്ത്യൻ സർക്കാരിനോടൊപ്പം ഉള്ളത്. അതെ. ഇന്ന് ഇപ്പൊ കോൺഗ്രസ് ആണ് ഭരിക്കുകയായിരുന്നെങ്കിൽ 7 വർഷം അദ്ദേഹം അവിടെ പ്രവർത്തിച്ച നേടിയ വിവരങ്ങളെല്ലാം തന്നെ ഉപയോഗശൂന്യമായിട്ട് മാറിയാണ്. കാരണം അത് ഒന്നും വേണ്ട സാർ, ഇത്രയും ഡാറ്റ ഉണ്ടോ, ശരി അങ്ങോട്ട് മാറുന്നില്ല എന്ന് പറയുമായിരുന്നു. ഇവരങ്ങനെയല്ലേ പറയുള്ളൂ. കാരണം ഇവർക്ക് ഇതിലും താല്പര്യമില്ല. ഇപ്പൊ ഇരുന്ന് ഓരോ വെളിപ്പാട്, മറ്റേ വയസ്സാം കാലത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവും എന്ന് പറയില്ലേ, അതുപോലെ ഇരുന്ന് പറയുകയാണ്. അന്ന് എനിക്ക് അടിക്കണമെന്ന് തോന്നിയിരുന്നു, പക്ഷേ നടന്നില്ല. അതാണ് ഇപ്പൊ അവര് പറയുന്നത്. അപ്പം അതിന് US സമ്മതിച്ചില്ല. അത് യുവന്മാരല്ലേ പറയുന്നത്. US പറഞ്ഞിട്ടാണ്, നരേന്ദ്രമോദി അമേരിക്ക പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാതെ റഷ്യൻ എണ്ണ വാങ്ങിക്കുന്ന രാജ്യം അമേരിക്ക പറഞ്ഞിട്ട് അമേരിക്കൻ കോപ്പൊന്നും പറഞ്ഞിട്ട്. നമുക്കൊരു പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ പറ്റുമെങ്കിൽ ഇന്റർവ്യൂ എന്ന് വിളിക്കണം, വരുമോ വലിയ നേതാവൊക്കെ. പക്ഷെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അല്ല, അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടില്ല, ഒരാള് ചോദിക്കുന്നു. അപ്പൊ അവർ പറഞ്ഞു അവരെ പിടിച്ച് BJP കാര്യമാക്കി. അത് നിങ്ങൾക്ക് ഉത്തരവില്ല, അതെന്ത് നിങ്ങൾ BJP കാരിയാണ്. ഇത് ഇങ്ങനെ പറയുന്ന ഒരാളുടെ നമുക്ക് എന്ത് രീതിയിലുള്ള ശരി BJP കാരനാണെന്ന് പറഞ്ഞാൽ ബാക്കി ഉത്തരം പറയും എന്ന് പറയണം. അങ്ങനെ അവർ ചോദിച്ചില്ല. കാരണം അവർ BJP കാര്യമല്ല. അവരുടെ ന്യായമായിട്ടൊരു സംശയമാണ് ചോദിച്ചത്.
അത് എന്ത് വിഷയമാണെന്ന് പറയും. ഈ വോട്ട് ചോരിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മളെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ ചോര തീർന്നില്ല അല്ലേ, ചോര തീർന്നില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഈ പറയുന്ന എന്താണ് ഈ സ്ത്രീയുടെ അടുത്ത് രാഹുൽ ഗാന്ധി പറയുന്നത്, നിങ്ങൾ BJP-ക്കാർ നിങ്ങൾക്ക് ഉത്തരവില്ല. അതെന്തൊരു ഉത്തരമാണെന്ന് പ്രതിപക്ഷത്തിന്റെ കൊണ്ടുവരണത് അതിന്റെ ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്തായാലും ക്രിക്കറ്റ് കളിക്കാരെക്കാൾ ഒരു പടി മുന്നിലാണ് പ്രധാനമന്ത്രി ലോകത്തോട് എന്താണ് ഈ വിളിച്ചു പറഞ്ഞ സന്ദേശത്തിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ക്രിക്കറ്റ് കളി എന്നതിനപ്പുറത്തേക്ക് ഇത് അതായത് നമ്മുടെ ഒരു നിലപാട് കൂടിയാണത്. കളിയിലായിക്കോട്ടെ കാര്യത്തിലായിക്കോട്ടെ നമ്മുടെ നിലപാട് ഇങ്ങനെയാണ്. പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു ഐക്യം ഇല്ല. അതായത് എന്തുകൊണ്ടാണ് ഇല്ലാതാക്കിയത്? അവന്മാരെ കയ്യിലിരിപ്പുകൊണ്ടല്ലേ. രക്തവും വെള്ളം ഒരുമിച്ച് ഒഴുകില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഇവിടെ കുറെ എന്താണ് ഈ പാകിസ്ഥാൻ പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട്, അറിയാമായിരിക്കും. ഇവര് ഈ മലയാളം പറയുന്ന പാകിസ്ഥാൻ പ്രേമികൾ ഇവരിവിടെ വന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇവന്മാരുടെ കുറച്ച് കമന്റുകൾ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ, ഇത് എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്, ഇപ്പൊ പറയുകയാണ്. ഇപ്പൊ ഒരുത്തൻ പറയുന്ന ഒരു സാധനം, അതായത് ഇത് ഫൈനൽ മത്സരം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരുത്തനിട്ട കമന്റാണ്, ഈ ഇന്ത്യ നാളെ തോൽക്കണം, അഹങ്കാരം അല്പം കൂടിയിട്ടുണ്ട്, കൈ കൊടുക്കാൻ മടിയുള്ളവർ കളിക്കാൻ ആരാ പറഞ്ഞത്? അമിട്ടിന്റെ മകനായിരിക്കും. അമിട്ട് എന്ന് പറഞ്ഞാൽ അമിത്ഷാ. അപ്പം അമിത്ഷായുടെ മകൻ BCCI-യുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അപ്പോ നമ്മുടെ ഈ കളി കഴിയുന്നതിന് മുമ്പാണ്, ഈ ഫൈനൽ കളിയുടെ എന്താ പറയാ മുമ്പായിട്ടുള്ള വന്ന കമന്റാണിത്. അപ്പൊ ഇപ്പൊ ഈ കമന്റ് ഇട്ടവനെ കാണാനില്ല, ഇപ്പൊ മിസ്സിംഗ് ആണ്. ഇപ്പം ഞാൻ സാധാരണ വിപരീതമായിട്ട് ഈ കമന്റ് ഇടുന്ന ആൾക്കാരുടെ പേര് പറയുന്നില്ല, അവരുടെ മതം ഞാൻ വെളിപ്പെടുത്തുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയായി പോകും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. കാരണം പേര് ഇപ്പോഴും കേരളത്തിലുണ്ടോ? ഇവരുണ്ട്. അടുത്തത് എന്താണ് ഈ അന്തസ്സോടെ ഇന്ത്യ കപ്പ് ഉയർത്തിയപ്പോഴത്തേക്ക് അതിന് ചെന്നതാ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് വൃത്തിയെ കിട്ടി കപ്പ് എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞാൽ കപ്പ് എടുത്തോണ്ട് പോയി അതിന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാടാ. അതായത് കപ്പ് എടുത്തോണ്ട് മറ്റേ ഞമ്മന്റെ കപ്പെന്നും പറഞ്ഞു എടുത്തോണ്ട് മറ്റേ ഇതിലെടുത്തോണ്ട് പോയില്ലേ, അതും എടുത്തോണ്ട് മറ്റേ പോയതുപോലെ അങ്ങനെ എടുത്തോണ്ട് പോയതായത്. അപ്പം അവന്റെ തന്തയുടെ വകയെന്നുള്ള രീതിയിൽ എടുത്തോണ്ട് പോയിട്ട് അതിനെന്തോ വലിയ മഹത്വം പോലെ അത് മഹത്വവൽക്കരിക്കുന്നു. അതായത് അവന്മാർക്ക് അങ്ങനെ കപ്പ് കിട്ടിയില്ല, പാകിസ്ഥാനിനെ കിട്ടിയല്ല. അതായത് ഈ കപ്പ് എന്തോ വലിയ കാര്യം പോലെ നമ്മളിവിടെ എന്താണ് മറ്റേ ചാലയിൽ വാങ്ങിക്കാൻ കിട്ടും. കളി ജയിക്കുന്നതിലല്ല കാര്യം, കപ്പാണെങ്കിൽ തിരുവനന്തപുരത്ത് ചാലയിൽ കിട്ടൂലേ കപ്പ്, നല്ല കപ്പ് അവിടെ കിട്ടും. ഒരു കപ്പ് വാങ്ങിക്കാനാണ് ഇത്ര പാട്. ആ കപ്പിന്റെ മഹത്വം എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത്. കപ്പ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിനാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അതിന്റെ വിജയത്തിനെയാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതെ, പിന്നെ ആ കപ്പ് അവരെടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താ പറയുക, എന്താണ് എനിക്ക് പെട്ടെന്നൊന്നും പറയാനും ഇത് വാക്കുപോലും കിട്ടുന്നില്ല. അതായത് ഇതിൽ പറയുന്ന നാണക്കേടുണ്ടോ? അത് കൊണ്ടുപോട്ടെ എന്നേ പറയാനുള്ളൂ. അതിനകത്ത് എന്തോ വലിയ കാര്യം. അപ്പൊ ഇവര് പറയുന്നത് ഇവന്മാരെ, അതായത് ഇവിടുന്ന് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്ന കുറേമാരുണ്ട്. അതായത് ഇവന്മാർക്ക് അങ്ങ് ഏഷ്യ കപ്പ് ബഹിഷ്കരിച്ചാൽ പോലെയായിരുന്നു ഇന്ത്യക്കാർക്ക്. ഇതിനൊക്കെ ഇത്രയും വലിയ ഷോ കാണിക്കുന്ന പട്ടി ഷോ എന്നാ പറയുന്നത്. അങ്ങനെ കാണിക്കേണ്ട കാര്യം ഇന്ന് പേടിച്ച് മാറി നിൽക്കണം. ഏഷ്യ കപ്പ് ബഹിഷ്കരിക്കേണ്ട ആവശ്യം ഇന്ത്യക്ക് എന്താണ്? വേണമെങ്കിൽ അവന്മാര് ബഹിഷ്കരിക്കട്ടെ. ഇന്നലെ ഒരുത്തം പറയണേ, ശത്രുവിന്ത്യയിൽ നിന്ന് കപ്പ് വാങ്ങിക്കുന്ന അഭിമാനമായി കണ്ടുകൂടെ. അതിന് നമ്മളവന്മാരെ ശത്രുവായിട്ട് പോലും കണ്ടിട്ടില്ല. അതിനുള്ള യോഗ്യത പോലെ കഴിഞ്ഞ ദിവസം ഈ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ മാച്ചിന്റെ സമയത്ത് പറഞ്ഞു, അതായത് റൈവൽ എന്ന് പോലും പറയാനില്ല. കാരണം 15ാം സ്ഥാനത്ത് കിടക്കുന്നത് 1ാം സ്ഥാനത്ത് കിടക്കുന്നത് നമുക്ക് ശത്രുവാനുള്ള യോഗ്യതയെങ്കിലും അവര് വേണ്ടേ. അതില്ലാത്തവരെ നമ്മൾ എന്തിനു വിളിക്കാം? അതുകൊണ്ട് ഇത് ശത്രു എന്നും പറഞ്ഞ് ദൈവം അവമാനിക്കല്ലേ എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് ശത്രുവിന്റെ ഇതൊന്നല്ല, ഇവിടെ ശത്രുവാണ് ഏതർത്ഥത്തിൽ ദ്രോഹിക്കാൻ വരുന്നത്. ഇന്ത്യ തകർക്കാൻ വരുന്ന രീതിയിൽ ശത്രുവാണ്, ആ രീതിയിൽ ശത്രുവാണ്. അല്ലാതെ ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ ഒരു എതിരാളി എന്നുള്ള രീതിയിലൊന്നും പറയാനില്ല. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. എന്താണ് പിന്നെ ഇതുപോലെയുള്ള കുറച്ച് കമന്റുകൾ ആണ് ഈ പറയുന്ന, ഇതുപോലെ ഒരുപാട് കമന്റുകൾ. അതായത് ഇതുപോലെ കളിയായിട്ട് കാണണം, ഈ കളിയായിട്ട് കാണണമെന്ന് പറയുന്നവർ തന്നെയാണ് അർജന്റീനയെ എതിർക്കുന്നത്. എന്തുകൊണ്ടാണ് അർജന്റീനയെ എതിർക്കുന്നത്? അവിടെ ഹമാസിന്റെ അവിടെ അവർക്ക് ഇതാണ്, അതായത് ഹമാസിനെ അനുകൂലിക്കുന്നു. അവിടെ കളിയില്ല, അവിടെ അവന്മാർക്ക് കളിയുമില്ല.
രാഷ്ട്രീയവും ഇല്ല, അതെല്ലാം വ്യത്യാസം. ഇവിടെ വരുമ്പോഴാണ് അവന്മാർക്ക് എന്താണ് കളിയായിട്ട് കണ്ടൂടെ. മറ്റേ തവണ അങ്ങനെയല്ല. ഇസ്രായേലിന്റെ ഇത് വരുമ്പം അത് ഇസ്രായേൽ കാണിച്ചത് മോശമായി. അതുകൊണ്ട് ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഏത് രാജ്യത്തിനെയും നമ്മൾ ബഹിഷ്കരിക്കണം. അർജന്റീന അത് അവിടെ അത് പറയുന്ന അതേ ആൾക്കാർ ഇവിടെ വന്നിട്ട് പറയുന്നത് കളിയായിട്ട് കാണും. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവരുടെ നിലപാട് എല്ലായിടത്തും ഇവനെയൊക്കെ ആദ്യം ഇവിടെ നിന്ന് പാകിസ്ഥാനിലൊക്കെ കെട്ടിയടിക്കണം. ഒരാഴ്ച അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഇവനൊക്കെ പഠിക്കും. അതോടെ ഇവരുടെയൊക്കെ പാകിസ്ഥാൻ സ്നേഹം തീരും. പിന്നെ പോയതിന്റെ അതിവേഗത്തിൽ ഇങ്ങ് തിരിച്ചു വരും. അതെ, കാരണം ഇവര് അല്ല ചിലപ്പോ ഇവർക്ക് അവിടെ ഇഷ്ടപ്പെടും. ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അല്ലെ, നമ്മൾ പറയാം അട്ടയും പിടിച്ച് മെത്തേക്ക് എടുത്തിയല്ലെന്ന് പറയും. അതാണ് ഇവർക്ക് ചിലപ്പോൾ അതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇവിടുന്ന് എന്തുകൊണ്ടാണ് ചിലവർ ഈ ആട് മേയ്ക്കാനായിട്ട് പോകുന്നത്? ഇവിടെ ഒന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആട് മേയ്ക്കാൻ. ഇവിടെ ആട് മേയ്ക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഫ്ലൈറ്റ് കയറി അങ്ങ് പോകുന്നത്. നമുക്ക് കമന്റ് പറയാൻ പറ്റില്ല, പറഞ്ഞാലേ അത് മോശമായി പോകും. അതുകൊണ്ട് അതെ, അവിടെ പോകുന്നത് അവര് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ല, അവിടെ പോകുന്നതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ അവർക്ക് അവിടെ പറ്റുള്ളൂ. നമ്മളെ ഈ പറയുന്ന ISIS മലയാളി ബന്ധമുള്ള ആൾക്കാരെയൊക്കെ പിടിക്കുമല്ലോ, ISIS ആയിട്ടുള്ള തീവ്രവാദികളെ. അപ്പൊ അവരുടെ ഈ വോയിസ് ക്ലിപ്പുകളിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ അതൊരു നശിച്ച രാജ്യമുണ്ട്, അവിടെ ശരിക്കും മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അവിടെ ജീവിക്കുന്ന മുസ്ലിം അല്ലെന്നാണ് പറയുന്നത്. ഈ എന്താണ് ഇവന്മാർക്ക് ഈ പാകിസ്ഥാനെ ഇവിടെ ഇരുന്ന് അനുകൂലിക്കുന്ന തെന്തിയൊക്കെ പോലും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ പാകിസ്ഥാനികൾ പോലും ഇവന്മാരെ മുസ്ലിമായിട്ട് കൂട്ടിയിട്ടില്ല. ഇവന്മാരെ ഹിന്ദുസ്ഥാനി എന്നാണ് പറയുന്നത്. ഹിന്ദുസ്ഥാനി ഹറാമി. അത് ഹിന്ദു ആയിക്കോട്ടെ, സിഖുകാരനായിട്ട്, മുസ്ലിം ആയിക്കോട്ടെ. ഇപ്പൊ ഒരു മാറ്റം കൊണ്ടുവന്നത് ഈ പഹൽഗാം വന്ന സമയത്ത്. പഹൽഗാം അത് അവരൊരു കൃത്യമായ ഒരു പ്ലാനിങ് ആയിരുന്നു. അതായത് നമ്മൾ തീപ്പൊരി ഇട്ടാൽ മതി, പണ്ടത്തെ പോലെ നമ്മള് തീപ്പന്തം വെച്ച് കുത്തണ്ട, തീപ്പൊരി നമ്മൾ കത്തിക്കണ്ട, തീപ്പൊരി ഇട്ട. പക്ഷെ അത് നടന്നില്ല. അത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, കൃത്യമായ മറുപടി. അതായത് ഈ കാക്കന്മാരൊക്കെ മരിച്ചുപോയ കാക്കന്മാര് സ്വർഗത്തിൽ പോയിട്ട് അറിയുകയാണ് ഒരു പെണ്ണാണ് ബോംബിട്ട് കൊന്നതെന്ന് അറിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആത്മാവിന് നമ്മളെ നാളെ പറയും എന്താണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അവരെ പറ്റി കുറ്റം പറഞ്ഞാല് ഇവര് കുഴിക്കകത്ത് കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു മറിയുമെന്ന് പറയും. അപ്പൊ ഇവരൊക്കെ കുഴിക്കകത്ത് കിടന്ന് സമ്മർസോൾട്ട് അടിക്കും. കാരണം കൊന്നത് പെണ്ണാണെന്ന് അറിഞ്ഞു, അത് മുസ്ലിം സ്ത്രീയാണ് കൊന്നതെന്നും കൂടെ അറിഞ്ഞാലേ. അപ്പൊ അതൊക്കെ കൃത്യമായ നരേന്ദ്രമോദിയുടെ പ്ലാനിങ് തന്നെയായിരുന്നു. അതായത് 2 സ്ത്രീകളെ കൊണ്ടുവരിക, അതിൽ ഒരു സ്ത്രീ ഹിന്ദുവും ഒരു സ്ത്രീ മുസ്ലിമും. അതായത് ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചതിന് സ്ത്രീയെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് ലോകമെമ്പാട് ശ്രദ്ധ നേടിയ ഒരു കാര്യം കൂടിയാണ്. അത് മറ്റ് ഒരു രാജ്യങ്ങളിലും അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ്, അതിന്റെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന മാച്ച് നടക്കുന്നത്. അതുകൊണ്ട് ആ മാച്ച് നടന്നാൽ ശരി, ഇവർ മര്യാദയ്ക്ക് വന്നിട്ട് മര്യാദയ്ക്ക് കളിച്ചിട്ട് പോവുകയാണ്. നമുക്ക് ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഈ അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് കൈപൊക്കി ഇങ്ങനെ കാണിക്കുക, കൈപൊക്കി ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ അതെല്ലാം കാണിക്കുക. അതായത് ബാറ്റ് തിരിച്ചു പിടിച്ച് നിറയൊഴിച്ച് കാണിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുമ്പോഴാണ് അവിടെ രാഷ്ട്രീയം ആരാണ് കളിയിൽ കൊണ്ടുവരുന്നത്? നമ്മളാണോ? അല്ല, അവരാണ്. അപ്പൊ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി ഇതിനകത്ത് ഇത് പറയുന്നില്ല എന്നുള്ളതിനൊന്നും വലിയ പ്രസക്തിയില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് അതിദേശീയതയുള്ളത് പാകിസ്ഥാനോടാണ്. അപ്പൊ അത് അവനവന്റെ അതിദേശീയത എല്ലാവരും കാണിക്കുന്നുണ്ട്. അതിദേശീയത എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരുടെ അതിദേശീയത ഇന്ത്യയോടായിപ്പോയത്. എന്ത് ചെയ്യാൻ പറ്റും?